വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്തിനും ഏതിനും വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നവരാണ് മലയാളികൾ. കുടത്തിൽ വെള്ളം നിറച്ച് കണി കണ്ടാൽ അന്നേ ദിവസം നന്നാകുന്നത് മുതൽ പൂച്ച കുറുകെ ചാടിയാൽ അശുഭമെന്ന് ചിന്തിക്കുന്നതുമെല്ലാം മലയാളികളുടെ വിശ്വാസങ്ങളിൽപ്പെടും. മലയാള സിനിമയും അതിൽ നിന്ന് വിമുക്തമല്ല. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പലപ്പോഴും സിനിമയിൽ കാട്ടിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പോലും സിനിമകൾ ഇറക്കിയിട്ടുമുണ്ട്. സദാനന്ദന്റെ സമയം അതിലൊന്നാണ്. എന്നാൽ വെള്ളിത്തിരയിൽ തെളിയുന്നതിനപ്പുറം സിനിമാ ലോകത്ത് ചില വിശ്വാസങ്ങളുണ്ട്. ഭാഗ്യം നോക്കി പേര് മാറ്റുന്നതും പേരിൽ കൂട്ടിച്ചേർക്കലും വെട്ടിക്കുറയ്ക്കലും ഒക്കെ നടത്തുന്നത് അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായി തന്നെയാണ്. ഭാഗ്യനടി, ഭാഗ്യനടൻ, ഭാഗ്യ ലൊക്കേഷൻ എന്നിങ്ങനെ ചില ഭാഗ്യ വിശ്വാസങ്ങൾ വേറെയുമുണ്ട്. ന്യൂ ജനറേഷൻ സിനിമാക്കാർക്ക് വലുതായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും ചില വിശ്വാസ കഥകൾ മലയാള സിനിമാക്കാരെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ക്യാമറയ്ക്ക് മുന്നിൽ തേങ്ങയുടച്ച് പൂജ ചെയ്ത് സിനിമ ആരംഭിക്കുന്നത്. മലയാള സിനിമയിലെ അത്തരം ചില വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതാ. മനയിലെ ഭാഗ്യം. മലയാള സിനിമയിലെ ഭാഗ്യ ലൊക്കേഷനായി സിനിമാക്കാർ അംഗീകരിച്ച ഇടമാണ് വള്ളുവനാട് എന്നറിയപ്പെടുന്ന ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അവിടെ തന്നെ മലയാളികളുടെ ഇല്ലം സങ്കല്പങ്ങളെ പൂർണ്ണതയിലെത്തിച്ച വരിക്കാശ്ശേരി മന ഭാഗ്യ ലൊക്കേഷനുകളിൽ പ്രധാനപ്പെട്ടതായി കരുതുന്നു. ദേവാസുരം സിനിമയുടെ വൻ വിജയത്തോടെയാണ് വരിക്കാശ്ശേരി മന ഭാഗ്യ ലൊക്കേഷനായി മാറിയത്. തുടർന്ന് നരസിംഹത്തിന്റെ വിജയവും ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും വിജയകാന്തും നാഗാർജുനയും ഒക്കെ വരിക്കാശ്ശേരി മന തേടി എത്തിയതും അതുകൊണ്ട് തന്നെ. മാടമ്പി, ആറാം തമ്പുരാൻ, നരസിംഹം, രാപ്പകൽ, എന്ന് നിന്റെ മൊയ്തീൻ, അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ ചിത്രീകരിച്ചു വിജയം കണ്ട മലയാള ചിത്രങ്ങൾ നിരവധിയാണ്. ഷൊർണൂരിൽ തന്നെയുള്ള കുന്നത്ത് വീടാണ് ഭാഗ്യം കൊണ്ട് തരുന്ന മറ്റൊരു ലൊക്കേഷൻ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, വാത്സല്യം, മേലേപ്പറമ്പിൽ ആൺവീട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ വീടൊരുങ്ങിയ അതേ കുന്നത്ത് വീട്. മന രാശിയായതുപോലെ അത്ര രാശിയല്ലാത്ത ഇടങ്ങളുമുണ്ട് മലയാള സിനിമയിൽ. തൃശൂരിലും ചാലക്കുടിയിലും വയനാട്ടിലും മൂന്നാറിലും സിനിമ ഷൂട്ട് ചെയ്താൽ തിയേറ്ററിൽ രക്ഷപ്പെടില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു ഒരു കാലത്ത്. ഹിൽ സ്റ്റേഷൻ തേടി ഊട്ടിയിലും കൊടൈക്കനാലിലും മലയാള സിനിമാക്കാർ ഓടി നടന്നതും മറ്റൊന്നും കൊണ്ടല്ല. മൂന്നാറിന്റെ രാശി മാറ്റിയത് ലാൽ ജോസിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രമാണ്. മൂന്നാറിൽ ഷൂട്ട് ചെയ്ത സിനിമ തിയേറ്ററിൽ വിജയം രുചിച്ചു. ഇന്ന് ന്യൂജൻ സിനിമാ ലോകം അങ്കമാലി, ചാലക്കുടി, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് കൂടുകൂട്ടുന്നത് ഈ ഇടങ്ങളുടെ രാശിയും മാറിത്തുടങ്ങി എന്നതിന് തെളിവാണ്. ആഴക്കടൽ ദോഷം. ആഴക്കടലിൽ ഷൂട്ട് ചെയ്താൽ കടലമ്മ കോപിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പണ്ട്. നാട്ടിക കടപ്പുറത്താണ് ചെമ്മീൻ സിനിമ ഷൂട്ട് ചെയ്തത്. ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിക്കാനായി ചില ആഴക്കടൽ ദൃശ്യങ്ങൾ വേണമെന്ന് ക്യാമറാമാന് തോന്നിയതിനാൽ നായകനായ സത്യനെയും കൊണ്ട് ചിത്രീകരണത്തിനായി ആഴക്കടലിലെത്തി. എന്നാൽ കടൽ ചിത്രീകരിക്കുന്നതിനിടയിൽ തന്നെ അവിടെ ഒരു ചുഴി രൂപപ്പെടുകയും നായകനിരിക്കുന്ന വഞ്ചി വലിച്ചെടുക്കുകയും ചെയ്തുവെന്ന്. അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് സത്യനെയും മറ്റ് സിനിമാ പ്രവർത്തകരെയും രക്ഷിച്ചതത്രേ. എന്തായാലും സിനിമയിൽ ഒറിജിനൽ ചുഴി തന്നെ ഉപയോഗിക്കാൻ അണിയറ പ്രവർത്തകർക്കായി. പേരും പേരുദോഷങ്ങളും. ഭാഗ്യം വരാനായി പുതിയ പേരിടുന്നതും ന്യൂമറോളജി വിശ്വാസപ്രകാരം പേരിൽ മാറ്റം വരുത്തുന്നതും സിനിമാ ലോകത്ത് പുതിയ കാര്യമല്ല. നടി ലക്ഷ്മി റായി തന്റെ പേര് റായി ലക്ഷ്മി എന്ന് മാറ്റിയത് അത്തരം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ ചില പേരുകൾ സിനിമകൾക്ക് രാശിയല്ലത്രേ. ലക്ഷണമുള്ളതെന്ന് കരുതുന്ന അത്തരം പേരുകൾ ഇട്ടാൽ സിനിമയെടുത്തവൻ കുത്തുവാള എടുക്കുമെന്നാണ് വിശ്വാസം. കോടീശ്വരൻ എന്ന പേര് തന്നെ ഉദാഹരണം. ബ്രഹ്മാണ്ഡ സിനിമ എന്നത് ചലച്ചിത്ര ലോകത്ത് അവതരിപ്പിച്ച നിർമ്മാതാവ് നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച് കോടീശ്വരനായിക്കൊണ്ടിരുന്ന കാലത്താണ് സ്വന്തം മകനെ വെച്ച് കോടീശ്വരൻ എന്ന പേരിൽ സിനിമ എടുത്തത്. സെൻസറിംഗ് വരെ കഴിഞ്ഞ സിനിമ പക്ഷെ പുറത്തിറങ്ങിയില്ല. നിർമ്മാതാവിന്റെ നല്ല സമയം അതോടെ അവസാനിച്ചു എന്നാണ് പറച്ചിൽ. ഞായർ മോശം, പടം സൂപ്പർ ഹിറ്റ്. ഞായറാഴ്ച ഷൂട്ടിംഗ് ആരംഭിച്ചാൽ പടം വിജയിക്കില്ലെന്ന വിശ്വാസമുണ്ടായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ഗോഡ് ഫാദർ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഒരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഷൂട്ടിംഗ് തുടങ്ങി പരാജയപ്പെട്ടു പോയ ഒരുപിടി ചിത്രങ്ങളുടെ ലിസ്റ്റുമായി അണിയറ പ്രവർത്തകരിൽ ഒരാൾ സംവിധായകർ സിദ്ദിഖ് ലാലിനെ കണ്ട് ചിത്രീകരണം മാറ്റിവെക്കാമെന്ന് ആലോചിച്ചുവെങ്കിലും പലവിധ കാരണം കൊണ്ട് ഞായറാഴ്ച തന്നെ ഷൂട്ടിംഗ് തുടങ്ങി. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ പാടെ തെറ്റിച്ച് പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും. പുതുവർഷം അത്ര പോരാ. മലയാള സിനിമക്കാരെ ഇന്നും പേടിപ്പിക്കുന്ന റിലീസിംഗ് ദിനമാണ് ജനുവരി 1. പുതുവർഷ ദിനത്തിൽ തിയേറ്ററിലെത്തുന്ന പടങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടും എന്നാണ് സിനിമാക്കാർക്കിടയിലെ വിശ്വാസം. അതിനെ വെല്ലുവിളിച്ചാണ് 2000-ൽ മില്ലനിയം സ്റ്റാർസ് ജനുവരി 1 റിലീസ് ചെയ്തത്. എന്നാൽ വിശ്വാസം ശരിയെന്ന് തെളിയിക്കുന്ന വിധം ചിത്രം തിയേറ്ററിൽ പൊളിഞ്ഞടിഞ്ഞു. ദിലീപിന്റെ സ്വന്തം ജൂലൈ 4. ജൂലൈ മാസത്തിൽ ചിത്രം റിലീസ് ചെയ്താൽ തിയേറ്ററിൽ വിജയിക്കുമെന്ന് ജനപ്രിയ താരം ദിലീപിന് വിശ്വാസമുണ്ടെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ശരിവെക്കും വിധം ഒരുപിടി ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആവുകയും താരം ജനമനസ്സുകളിലെ പ്രിയങ്കരനാവുകയും ചെയ്തു. ആ വിശ്വാസത്തിലാണ് ജൂലൈ 4 എന്ന പേരിൽ തന്നെ സിനിമ ഇറക്കിയത്. എന്നാൽ ഈ സിനിമ 8 നിലയിൽ പൊട്ടിയതോടെ താരത്തിന്റെ ജൂലൈ വിശ്വാസം തകർന്നുവത്രേ. രാഗവും ഭീതിയും.
മലയാളികളെ ഇന്നും ഭയപ്പെടുത്തുന്ന ചിത്രമാണ് മണിച്ചിത്രത്താഴ്. മനോരോഗവും പ്രേതബാധയും കൂടിച്ചേരുന്ന ചിത്രം മലയാളികളുടെ അന്ധവിശ്വാസങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതേ ചിത്രത്തിലെ ഒരു രാഗം കുറച്ചുകാലം അണിയറ പ്രവർത്തകരെ ഭയപ്പെടുത്തിയതാണ്. ഒരു മുറൈ വന്ന് പാർത്തായ, പഴന്തമിഴ് പാട്ട് തുടങ്ങിയ ഗാനങ്ങൾ ആഹരി രാഗത്തിലുള്ളതാണ്. ആഹരി രാഗം ചിട്ടപ്പെടുത്തിയാൽ ചിട്ടപ്പെടുത്തുന്നയാൾക്ക് ദോഷം സംഭവിക്കും എന്നായിരുന്നു അന്ധവിശ്വാസം. എന്നാൽ സംഗീത സംവിധായകനായ MG രാധാകൃഷ്ണൻ ഈ വിശ്വാസത്തിന് ചെവി കൊടുത്തില്ല. അങ്ങനെ മനോഹരങ്ങളായ 2 ഗാനങ്ങൾ മലയാളികൾക്ക് ആഹരി രാഗത്തിൽ ലഭിച്ചു. വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ അന്ധവിശ്വാസികൾക്ക് എന്നും ഒരു ഹരമാണ്. വെള്ളിമൂങ്ങ കൊണ്ടുവരുന്ന ഭാഗ്യം തേടി അഴിക്കകത്തായവർ നിരവധി. സിനിമാക്കാർക്കും പറയാനുണ്ട് വെള്ളിമൂങ്ങ കഥ. ബിജു മേനോൻ നായകനായ ഹിറ്റ് ചിത്രം വെള്ളിമൂങ്ങയുടെ കഥയല്ല, നല്ല ഒറിജിനൽ വെള്ളിമൂങ്ങ തന്നെ നായകൻ. ലൊക്കേഷൻ റാംജി റാവ് സ്പീക്കിങ്ങിന്റെ ഷൂട്ടിംഗ്. ആദ്യ ദിനം ക്യാമറയിൽ വെള്ളിമൂങ്ങ വന്നിരുന്നുവെന്നും അതോടെ പടം ഹിറ്റായെന്നും കഥ. തുടർന്ന് സിനിമാ ലോകം മുഴുവൻ വെള്ളിമൂങ്ങയ്ക്ക് പിറകെയായി. വെള്ളിമൂങ്ങ ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കില്ല എന്ന അവസ്ഥ. അത് മാറിയതാകട്ടെ ഇൻ ഹരിഹർ നഗർ സിനിമയോടെയാണ്. ഷൂട്ടിങ്ങിന് പോകും വഴി വളവ് കടന്നു വരികയായിരുന്ന ഷൂട്ടിംഗ് സംഘത്തിന്റെ കാർ ഒരു വെള്ളിമൂങ്ങയെ ഇടിച്ചത്രേ. ഭാഗ്യതാരത്തെ ഇടിച്ചിട്ട് തുടങ്ങിയ പടം പൊട്ടുമെന്ന് വിചാരിച്ചെങ്കിലും സൂപ്പർ ഹിറ്റായി. അതോടെ വെള്ളിമൂങ്ങ രക്ഷപ്പെട്ടു. എന്തായാലും ഈ കഥകളൊക്കെ പറഞ്ഞത് നടൻ മുകേഷാണ്. അതുകൊണ്ട് വെറും കഥയാണോ അതോ സത്യമാണോ എന്ന കാര്യം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് സിനിമാ ലോകം തന്നെ തരുന്ന മുന്നറിയിപ്പ്. മരിച്ചാൽ ജീവിച്ചേ പറ്റൂ. മലയാളി താരങ്ങളുടെ മറ്റൊരു വിശ്വാസമാണ് മരണരംഗം ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുന്നതായി മറ്റൊരു രംഗവും ഷൂട്ട് ചെയ്തിരിക്കണം എന്നത്. ഇല്ലെങ്കിൽ അടുത്തു തന്നെ അകാല മരണം സംഭവിക്കുമെന്നാണ് ചിന്ത. ഇന്നും പലരും ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ട് എന്നാണ് വിവരം. തമിഴ് സിനിമയിൽ വില്ലനായി അഭിനയിച്ച താരം തന്റെ മരണരംഗത്തിന് ശേഷം മറ്റൊരു രംഗം ഷൂട്ട് ചെയ്യണമെന്ന് വാശി പിടിച്ചപ്പോഴാണ് തമിഴ് ലോകം മലയാള സിനിമാക്കരയിലെ ഇത്തരം ചില വിശ്വാസങ്ങളെ കുറിച്ച് അറിയുന്നത്. എന്തായാലും അറിഞ്ഞതിലുമേറെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതാണ് മലയാള സിനിമ എന്നതാണ് സത്യം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്തിനും ഏതിനും വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നവരാണ് മലയാളികൾ. കുടത്തിൽ വെള്ളം നിറച്ച് കണി കണ്ടാൽ അന്നേ ദിവസം നന്നാകുന്നത് മുതൽ പൂച്ച കുറുകെ ചാടിയാൽ അശുഭമെന്ന് ചിന്തിക്കുന്നതുമെല്ലാം മലയാളികളുടെ വിശ്വാസങ്ങളിൽപ്പെടും. മലയാള സിനിമയും അതിൽ നിന്ന് വിമുക്തമല്ല. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പലപ്പോഴും സിനിമയിൽ കാട്ടിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പോലും സിനിമകൾ ഇറക്കിയിട്ടുമുണ്ട്. സദാനന്ദന്റെ സമയം അതിലൊന്നാണ്. എന്നാൽ വെള്ളിത്തിരയിൽ തെളിയുന്നതിനപ്പുറം സിനിമാ ലോകത്ത് ചില വിശ്വാസങ്ങളുണ്ട്. ഭാഗ്യം നോക്കി പേര് മാറ്റുന്നതും പേരിൽ കൂട്ടിച്ചേർക്കലും വെട്ടിക്കുറയ്ക്കലും ഒക്കെ നടത്തുന്നത് അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായി തന്നെയാണ്. ഭാഗ്യനടി, ഭാഗ്യനടൻ, ഭാഗ്യ ലൊക്കേഷൻ എന്നിങ്ങനെ ചില ഭാഗ്യ വിശ്വാസങ്ങൾ വേറെയുമുണ്ട്. ന്യൂ ജനറേഷൻ സിനിമാക്കാർക്ക് വലുതായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും ചില വിശ്വാസ കഥകൾ മലയാള സിനിമാക്കാരെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ക്യാമറയ്ക്ക് മുന്നിൽ തേങ്ങയുടച്ച് പൂജ ചെയ്ത് സിനിമ ആരംഭിക്കുന്നത്. മലയാള സിനിമയിലെ അത്തരം ചില വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതാ. മനയിലെ ഭാഗ്യം. മലയാള സിനിമയിലെ ഭാഗ്യ ലൊക്കേഷനായി സിനിമാക്കാർ അംഗീകരിച്ച ഇടമാണ് വള്ളുവനാട് എന്നറിയപ്പെടുന്ന ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അവിടെ തന്നെ മലയാളികളുടെ ഇല്ലം സങ്കല്പങ്ങളെ പൂർണ്ണതയിലെത്തിച്ച വരിക്കാശ്ശേരി മന ഭാഗ്യ ലൊക്കേഷനുകളിൽ പ്രധാനപ്പെട്ടതായി കരുതുന്നു. ദേവാസുരം സിനിമയുടെ വൻ വിജയത്തോടെയാണ് വരിക്കാശ്ശേരി മന ഭാഗ്യ ലൊക്കേഷനായി മാറിയത്. തുടർന്ന് നരസിംഹത്തിന്റെ വിജയവും ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും വിജയകാന്തും നാഗാർജുനയും ഒക്കെ വരിക്കാശ്ശേരി മന തേടി എത്തിയതും അതുകൊണ്ട് തന്നെ. മാടമ്പി, ആറാം തമ്പുരാൻ, നരസിംഹം, രാപ്പകൽ, എന്ന് നിന്റെ മൊയ്തീൻ അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ ചിത്രീകരിച്ചു വിജയം കണ്ട മലയാള ചിത്രങ്ങൾ നിരവധിയാണ്. ഷൊർണൂരിൽ തന്നെയുള്ള കുന്നത്ത് വീടാണ് ഭാഗ്യം കൊണ്ട് തരുന്ന മറ്റൊരു ലൊക്കേഷൻ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, വാത്സല്യം, മേലേപ്പറമ്പിൽ ആൺവീട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ വീടൊരുങ്ങിയ അതേ കുന്നത്ത് വീട്. മന രാശിയായതുപോലെ അത്ര രാശിയല്ലാത്ത ഇടങ്ങളുമുണ്ട് മലയാള സിനിമയിൽ. തൃശൂരിലും ചാലക്കുടിയിലും വയനാട്ടിലും മൂന്നാറിലും സിനിമ ഷൂട്ട് ചെയ്താൽ തിയേറ്ററിൽ രക്ഷപ്പെടില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു ഒരു കാലത്ത്. ഹിൽ സ്റ്റേഷൻ തേടി ഊട്ടിയിലും കൊടൈക്കനാലിലും മലയാള സിനിമാക്കാർ ഓടി നടന്നതും മറ്റൊന്നുകൊണ്ടല്ല. മൂന്നാറിന്റെ രാശി മാറ്റിയത് ലാൽ ജോസിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രമാണ്. മൂന്നാറിൽ ഷൂട്ട് ചെയ്ത സിനിമ തിയേറ്ററിൽ വിജയം രുചിച്ചു. ഇന്ന് ന്യൂജൻ സിനിമാ ലോകം അങ്കമാലി, ചാലക്കുടി, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് കൂടുകൂട്ടുന്നത് ഈ ഇടങ്ങളുടെ രാശിയും മാറിത്തുടങ്ങി എന്നതിന് തെളിവാണ്. ആഴക്കടൽ ദോഷം. ആഴക്കടലിൽ ഷൂട്ട് ചെയ്താൽ കടലമ്മ കോപിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പണ്ട്. നാട്ടിക കടപ്പുറത്താണ് ചെമ്മീൻ സിനിമ ഷൂട്ട് ചെയ്തത്. ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിക്കാനായി ചില ആഴക്കടൽ ദൃശ്യങ്ങൾ വേണമെന്ന് ക്യാമറാമാന് തോന്നിയതിനാൽ നായകനായ സത്യനെയും കൊണ്ട് ചിത്രീകരണത്തിനായി ആഴക്കടലിലെത്തി. എന്നാൽ കടൽ ചിത്രീകരിക്കുന്നതിനിടയിൽ തന്നെ അവിടെ ഒരു ചുഴി രൂപപ്പെടുകയും നായകനിരിക്കുന്ന വഞ്ചി വലിച്ചെടുക്കുകയും ചെയ്തു എന്ന്. അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് സത്യനെയും മറ്റ് സിനിമാ പ്രവർത്തകരെയും രക്ഷിച്ചതത്രേ. എന്തായാലും സിനിമയിൽ ഒറിജിനൽ ചുഴി തന്നെ ഉപയോഗിക്കാൻ അണിയറ
പ്രവർത്തകർക്കായി. പേരും പേരുദോഷങ്ങളും. ഭാഗ്യം വരാനായി പുതിയ പേരിടുന്നതും ന്യൂമറോളജി വിശ്വാസപ്രകാരം പേരിൽ മാറ്റം വരുത്തുന്നതും സിനിമാ ലോകത്ത് പുതിയ കാര്യമല്ല. നടി ലക്ഷ്മി റായി തന്റെ പേര് റായി ലക്ഷ്മി എന്ന് മാറ്റിയത് അത്തരം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ ചില പേരുകൾ സിനിമകൾക്ക് രാശിയല്ലത്രേ. ലക്ഷണമുള്ളതെന്ന് കരുതുന്ന അത്തരം പേരുകൾ ഇട്ടാൽ സിനിമ എടുത്തവൻ കുത്തുവാള എടുക്കുമെന്നാണ് വിശ്വാസം. കോടീശ്വരൻ എന്ന പേര് തന്നെ ഉദാഹരണം. ബ്രഹ്മാണ്ഡ സിനിമ എന്നത് ചലച്ചിത്ര ലോകത്ത് അവതരിപ്പിച്ച നിർമ്മാതാവ് നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച് കോടീശ്വരനായിക്കൊണ്ടിരുന്ന കാലത്താണ് സ്വന്തം മകനെ വെച്ച് കോടീശ്വരൻ എന്ന പേരിൽ സിനിമ എടുത്തത്. സെൻസറിംഗ് വരെ കഴിഞ്ഞ സിനിമ പക്ഷെ പുറത്തിറങ്ങിയില്ല. നിർമ്മാതാവിന്റെ നല്ല സമയം അതോടെ അവസാനിച്ചു എന്നാണ് പറച്ചിൽ. ഞായർ മോശം, പടം സൂപ്പർ ഹിറ്റ്. ഞായറാഴ്ച ഷൂട്ടിംഗ് ആരംഭിച്ചാൽ പടം വിജയിക്കില്ലെന്ന വിശ്വാസമുണ്ടായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ഗോഡ് ഫാദർ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഒരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഷൂട്ടിംഗ് തുടങ്ങി പരാജയപ്പെട്ടു പോയ ഒരുപിടി ചിത്രങ്ങളുടെ ലിസ്റ്റുമായി അണിയറ പ്രവർത്തകരിൽ ഒരാൾ സംവിധായകർ സിദ്ദിഖ് ലാലിനെ കണ്ട് ചിത്രീകരണം മാറ്റിവെക്കാമെന്ന് ആലോചിച്ചുവെങ്കിലും പലവിധ കാരണം കൊണ്ട് ഞായറാഴ്ച തന്നെ ഷൂട്ടിംഗ് തുടങ്ങി. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ പാടെ തെറ്റിച്ച് പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും. പുതുവർഷം അത്ര പോരാ. മലയാള സിനിമക്കാരെ ഇന്നും പേടിപ്പിക്കുന്ന റിലീസിംഗ് ദിനമാണ് ജനുവരി 1. പുതുവർഷ ദിനത്തിൽ തിയേറ്ററിലെത്തുന്ന പടങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടും എന്നാണ് സിനിമാക്കാർക്കിടയിലെ വിശ്വാസം. അതിനെ വെല്ലുവിളിച്ചാണ് 2000-ൽ മില്ലേനിയം സ്റ്റാർസ് ജനുവരി 1 റിലീസ് ചെയ്തത്. എന്നാൽ വിശ്വാസം ശരിയെന്ന് തെളിയിക്കുന്ന വിധം ചിത്രം തിയേറ്ററിൽ പൊളിഞ്ഞടിഞ്ഞു. ദിലീപിന്റെ സ്വന്തം ജൂലൈ 4. ജൂലൈ മാസത്തിൽ ചിത്രം റിലീസ് ചെയ്താൽ തിയേറ്ററിൽ വിജയിക്കുമെന്ന് ജനപ്രിയ താരം ദിലീപിന് വിശ്വാസമുണ്ടെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ശരിവെക്കും വിധം ഒരുപിടി ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആവുകയും താരം ജനമനസ്സുകളിലെ പ്രിയങ്കരനാവുകയും ചെയ്തു. ആ വിശ്വാസത്തിലാണ് ജൂലൈ 4 എന്ന പേരിൽ തന്നെ സിനിമ ഇറക്കിയത്. എന്നാൽ ഈ സിനിമ 8 നിലയിൽ പൊട്ടിയതോടെ താരത്തിന്റെ ജൂലൈ വിശ്വാസം തകർന്നുവത്രേ. രാഗവും ഭീതിയും. മലയാളികളെ ഇന്നും ഭയപ്പെടുത്തുന്ന ചിത്രമാണ് മണിച്ചിത്രത്താഴ്. മനോരോഗവും പ്രേതബാധയും കൂടിച്ചേരുന്ന ചിത്രം മലയാളികളുടെ അന്ധവിശ്വാസങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതേ ചിത്രത്തിലെ ഒരു രാഗം കുറച്ചുകാലം അണിയറ പ്രവർത്തകരെ ഭയപ്പെടുത്തിയതാണ്. ഒരു മുറൈ വന്ന് പാർത്തായ, പഴന്തമിഴ് പാട്ട് തുടങ്ങിയ ഗാനങ്ങൾ ആഹരി രാഗത്തിലുള്ളതാണ്. ആഹരി രാഗം ചിട്ടപ്പെടുത്തിയാൽ ചിട്ടപ്പെടുത്തുന്നയാൾക്ക് ദോഷം സംഭവിക്കും എന്നായിരുന്നു അന്ധവിശ്വാസം. എന്നാൽ സംഗീത സംവിധായകനായ MG രാധാകൃഷ്ണൻ ഈ വിശ്വാസത്തിന് ചെവി കൊടുത്തില്ല. അങ്ങനെ മനോഹരങ്ങളായ 2 ഗാനങ്ങൾ മലയാളികൾക്ക് ആഹരി രാഗത്തിൽ ലഭിച്ചു. വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ അന്ധവിശ്വാസികൾക്ക് എന്നും ഒരു ഹരമാണ്. വെള്ളിമൂങ്ങ കൊണ്ടുവരുന്ന ഭാഗ്യം തേടി അഴിക്കകത്തായവർ നിരവധി. സിനിമാക്കാർക്കും പറയാനുണ്ട് വെള്ളിമൂങ്ങ കഥ. ബിജു മേനോൻ നായകനായ ഹിറ്റ് ചിത്രം വെള്ളിമൂങ്ങയുടെ കഥയല്ല, നല്ല ഒറിജിനൽ വെള്ളിമൂങ്ങ തന്നെ നായകൻ. ലൊക്കേഷൻ റാംജി റാവ് സ്പീക്കിങ്ങിന്റെ ഷൂട്ടിംഗ്. ആദ്യ ദിനം ക്യാമറയിൽ വെള്ളിമൂങ്ങ വന്നിരുന്നുവെന്നും അതോടെ പടം ഹിറ്റായെന്നും കഥ. തുടർന്ന് സിനിമാ ലോകം മുഴുവൻ വെള്ളിമൂങ്ങയ്ക്ക് പിറകെയായി. വെള്ളിമൂങ്ങ ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കില്ല എന്ന അവസ്ഥ. അത് മാറിയതാകട്ടെ ഇൻ ഹരിഹർ നഗർ സിനിമയോടെയാണ്. ഷൂട്ടിങ്ങിന് പോകും വഴി വളവ് കടന്നു വരികയായിരുന്ന ഷൂട്ടിംഗ് സംഘത്തിന്റെ കാർ ഒരു വെള്ളിമൂങ്ങയെ ഇടിച്ചത്രേ. ഭാഗ്യതാരത്തെ ഇടിച്ചിട്ട് തുടങ്ങിയ പടം പൊട്ടുമെന്ന് വിചാരിച്ചെങ്കിലും സൂപ്പർ ഹിറ്റായി. അതോടെ വെള്ളിമൂങ്ങ രക്ഷപ്പെട്ടു. എന്തായാലും ഈ കഥകളൊക്കെ പറഞ്ഞത് നടൻ മുകേഷാണ്. അതുകൊണ്ട് വെറും കഥയാണോ അതോ സത്യമാണോ എന്ന കാര്യം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് സിനിമാ ലോകം തന്നെ തരുന്ന മുന്നറിയിപ്പ്. മരിച്ചാൽ ജീവിച്ചേ പറ്റൂ. മലയാളി താരങ്ങളുടെ മറ്റൊരു വിശ്വാസമാണ് മരണരംഗം ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുന്നതായി മറ്റൊരു രംഗവും ഷൂട്ട് ചെയ്തിരിക്കണം എന്നത്. ഇല്ലെങ്കിൽ അടുത്തു തന്നെ അകാല മരണം സംഭവിക്കുമെന്നാണ് ചിന്ത. ഇന്നും പലരും ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ട് എന്നാണ് വിവരം. തമിഴ് സിനിമയിൽ വില്ലനായി അഭിനയിച്ച താരം തന്റെ മരണരംഗത്തിന് ശേഷം മറ്റൊരു രംഗം ഷൂട്ട് ചെയ്യണമെന്ന് വാശി പിടിച്ചപ്പോഴാണ് തമിഴ് ലോകം മലയാള സിനിമാക്കരയിലെ ഇത്തരം ചില വിശ്വാസങ്ങളെ കുറിച്ച് അറിയുന്നത്. എന്തായാലും അറിഞ്ഞതിലുമേറെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതാണ് മലയാള സിനിമ എന്നതാണ് സത്യം. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.